ഞങ്ങൾ മുട്ട കൊടുത്തിട്ട് വന്നാണ്. നല്ല മഴ. ചൂടുള്ളിവട, നല്ല ചൂടുള്ളിവട, ചായ, മഴ. ഉണ്ടാക്കുന്ന ചേച്ചിനെ കാണിച്ചു. ഒറ്റ വീഡിയോ എടുത്തത് അന്നേരം ഫോൺ മാറ്റി തരും. മൊത്തം നനഞ്ഞ് കുളിച്ചതാണ്. മഴയൊന്നും പ്രശ്നമില്ല. നമുക്ക് കുറച്ച് നെയ്യുടെ ഓർഡർ ഉണ്ട്. 2 കുഞ്ഞു മക്കളുള്ള വീട്ടിലേക്കാണ്. ഇത് നമ്മുടെ അച്ചാച്ചിയുടെ കൃഷ്ണ പശുവിൻ്റെ പാലിൻ്റെ പാട ഓരോ ദിവസവും ഇങ്ങനെ കുറേശ്ശെ മാറ്റി വെച്ചും നമ്മളല്ലാണ്ടും പാലൊക്കെ മേടിക്കാറുണ്ട് നാടൻ പശുവിൻ്റെ. അങ്ങനെ അതിൽ നിന്നൊക്കെ മാറ്റി വെച്ചതാ ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ ഇത് എടുക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി നമുക്കിത് ഇതൊന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ കുറേ പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് വീട്ടിലല്ലേ, പട്ടിയില്ലേ, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ വീടിൻ്റെ മേളത്തെ നിലയിലൊരു റൂം പോലെ പണിഞ്ഞിട്ടില്ലായിരുന്നോ, അവിടെ ഗേറ്റ് ഉണ്ട്. പട്ടികളാരും വരാറില്ല. ഫുള്ള് ക്ലീനാക്കി നമ്മളങ്ങനെ വെച്ചിരിക്കുകയാണ്, പട്ടിയൊന്നും കയറ്റാണ്ട്. ഇപ്പോൾ അതിലാണ് എല്ലാ പാക്കിങ്ങും. നമ്മുടെ കുടംപുളിയും കുരുമുളകും വെളിച്ചെണ്ണയും കംപ്ലീറ്റ് സാധനങ്ങളും പാക്ക് ചെയ്ത് ഇവിടെ നിന്നാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. വീട്ടിൽ നിന്നും മാറി ഇവിടെ ആകുമ്പോൾ ഒരു ശല്യമില്ല. സ്വസ്ഥമായിട്ട് പാതിരാത്രി പാക്ക് ചെയ്യുക, പിറ്റേന്ന് നയിക്കുക, അതാണ് നടക്കുന്നത്. അപ്പം നെയ്യ് എടുക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടുന്ന് തന്നെ കേട്ടോ. ഇതങ്ങ് എൻ്റെ ഗോഡൗൺ ആക്കി മാറ്റി സൗകര്യം. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് സഹായത്തിന് ആൾ വേണം. അങ്ങനെയാണോ? അല്ല, വാട്സപ്പ്. മണം വരാൻ തുടങ്ങിയില്ലേ? ശരി, എണ്ണ ഒഴിക്കണം. എന്നോട് പറഞ്ഞാൽ ശരി, എണ്ണ ഒഴിക്കണം. ഇവിടുത്തെ എല്ലാ പട്ടീനെയും ഞാൻ അരിച്ചിടും. ഞാൻ വാതില് ഞാൻ തുറന്നു. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവും. പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാധാരണ നെയ്യുടെ നിറമാവും. പക്ഷെ ഇച്ചിരി ഒരു ഗോൾഡൻ കളർ ആവണം. കണ്ട, അപ്പം അതിൻ്റെ കക്കൻ അടിയിലുണ്ട്, മട്ടടിയിലുണ്ട്. ഇതിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിരുന്നങ്ങ് അടിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കും. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ കക്കനകത്ത് ചോറിട്ട് തിന്നാൻ നല്ലതാണ്. പിന്നുണ്ടല്ലോ, തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു ബ്രൗൺ കളർ മാറി നമ്മുടെ സാധാരണ നെയ്യില്ലേ, അത് ഇരിക്കും തോറും സാധാരണ ആ ഒരു നെയ്യുടെ നിറത്തിലോട്ട് മാറും. ഇപ്പോഴും ആ നിറം തന്നെ. അതെ, കണ്ടില്ലേ? തണുക്കട്ടെ, തണുക്കുമ്പോൾ നമുക്ക് അരിക്കാവേ. കണ്ട, എന്താ മണം. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ പറയുക. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ കേട്ടോ. നേരത്തെ ഉണ്ടാക്കി വെക്കലില്ല. പാല് കുടിക്കുന്ന നോക്കിയാൽ തള്ള മാറിപ്പോയി. ഇതാണ് നമ്മൾ മെരുക്കിക്കൊണ്ട് വന്ന് നമ്മളെ കാട്ടുപട്ടി പാറു. നമുക്ക് പുല്ല് വെട്ടാൻ പോയാലോ? ആരാത്? നമുക്ക് പുല്ല് വെട്ടാൻ പോകാം. നമുക്ക് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പുല്ല് വെട്ടാൻ പോകാം. കൂട്ടിന് നമ്മുടെ ചിന്നുമേടം ഉണ്ട് കേട്ടോ. അതായത് ആരും ഇവിടെ ഇല്ല. അച്ചാച്ചിയും കുഞ്ഞാവയും അണ്ണാണിയും കൂടെ ഒരു വഴി വരെ പോയേക്കുവാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് പണി കൂടുതലാണ്.
ഞാൻ വിചാരിച്ചു എന്നാൽ പുല്ല് വെട്ടിയിട്ട് വെക്കാമെന്ന്. അതാകുമ്പോൾ അല്ലെ പിന്നെ രാത്രി വന്ന പുല്ലൊക്കെ അവർ വെട്ടുമ്പോഴത്തേക്ക് ഇരുട്ടത്തില്ലേ, കുഞ്ഞാവ് പിന്നെ ഇരുട്ടത്ത് പോയി വെട്ടേണ്ടി വരും. അതുകൊണ്ട് ഞാനത് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളച്ചാട്ടം കണ്ടിട്ട് കുറേ ആയില്ലേ, അതുകൂടെ കാണിച്ചു തരാം. ജോലി തിരക്കുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും സമയത്തിടാൻ പറ്റാത്ത, കുറേ തിരക്കായിപ്പോയി. പെരത്തറയെല്ലാം കാട് കയറി ഉറവയായി. പെരത്തറയിലൊരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാണിച്ചു തരാം, കാട് കയറി കിടക്കുന്നുണ്ടോ മഴയായപ്പോഴത്തേക്ക്. ഇത് തെന്നി അടിച്ച് വീഴും ഞാൻ എവിടെയെങ്കിലും. ഫുള്ള് കാട് കയറിയണ്ട. അത് പിന്നെ 2 ദിവസം പോത്തിനെ കൊണ്ട് കെട്ടിയാൽ ശരിയാവും. വീട് വെച്ച് കഴിയുമ്പോൾ അതാ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. അത് കാട് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ, കാണാത്ത. വീടാതെ അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. നമ്മുടെ ഷെഡ് കണ്ടോ കാട് കയറി കിടക്കുന്നത്. നാളെ ഇതെല്ലാം വൃത്തിയാക്കണം. അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ വീട്, അതിൻ്റെ മേളത്തെ കോടമഞ്ഞ് കണ്ടോ, എന്ത് രസമാ. ഹായ്, നമ്മൾ വന്നത് പുല്ല് വെട്ടാനാ. കുറെ പോച്ച പറിച്ചു. പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. വെള്ളച്ചാട്ടം കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി, ഞാൻ നനഞ്ഞു. ഞാൻ വീണ്ടും പണക്കാരി ആയിരിക്കുകയാണ്. ഞാൻ റിച്ച് ആയിരിക്കുന്നു. കണ്ടില്ലേ, നമ്മളെ സ്വന്തം പറമ്പിൽ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു വാട്ടർഫോൾ ഉള്ളപ്പം നമ്മൾ റിച്ച് അല്ലേ. എനിക്ക് ഇങ്ങനത്തെ സ്വത്തൊക്കെയാണ് ഇഷ്ടം. ഇനി ഒരു 6 മാസത്തേക്ക് ഞാൻ പൊളിക്കും. മഴയും കൂടെ ഉണ്ടോ, പൊളിച്ച്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്ന സാധനം കിട്ടി. സ്വർഗം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പുല്ല് വെട്ടി വീട്ടിൽ കൊണ്ടുപോകാം. കുറേ നേരമായിട്ട് ഞാനിവിടെ ഇരുന്ന് നനയുവാണ്. പറയുന്ന കേൾക്കാവോന്ന് അറിയത്തില്ല.